എടാ നമുക്ക് ഒരു കിടിലൻ ചോദ്യം പരിചയപ്പെടുത്താലോ. അവിടെ ഫൈൻഡ് എ ആൻഡ് ബി എന്നാ പറഞ്ഞത്. എയും ബിയും കണ്ടുപിടിക്കുക. റിയാക്ഷൻ നോക്കിയേ, A+B ഒരു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ എന്തായി മാറിയാണ്? എന്തോ ആയി മാറിയാണ്. എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? വളരെ സിമ്പിൾ ആണ് കണ്ടുപിടിക്കാൻ. എടാ, ഈ ഗ്രൂപ്പിനെ കണ്ടാൽ COO എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് എസ്റ്റർ ആണ്. എസ്റ്റർ എങ്ങനെയുണ്ടാവുക? ഒരു ആസിഡും ഒരു ആൽക്കഹോളും ചേർന്നിട്ടാണ്. അപ്പോൾ മക്കളെ, നമ്മൾ പഠിച്ച കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച കാര്യമാണ്. ഒരു എസ്റ്ററിന്റെ ആദ്യത്തെ CO വരെയുള്ള ഭാഗം ആസിഡിന്റെയും, എന്നാൽ അതിനുശേഷം വരുന്ന O വരെയുള്ള ഭാഗം ആൽക്കഹോളിന്റെയും ഭാഗമായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ ആസിഡ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഒരു OH ചേർത്താൽ മതി. അപ്പോൾ CH3COOH നമുക്ക് എത്തനോയിക് ആസിഡ് ആണ്. ഇവിടെ ഒരു H ചേർത്താൽ ഇതിന്റെ ആൽക്കഹോൾ കിട്ടും. അതെന്താണ്? CH3CH2OH ആണ്. അപ്പൊ അത് രണ്ടുമാണ് എയും ബിയുമായി ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ എത്തനോയിക് ആസിഡും എത്തനോളുമാണ് ഇതിന്റെ ആൻസർ ആയി വരുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാർ കോട്ടേളി അല്ലേ? യെസ്, ഇവിടെയും അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ഇന്ന് മാരത്തോണിൽ. അപ്പോൾ തീർച്ചയായിട്ടും മാരത്തോണിലേക്ക് മക്കളെല്ലാം എല്ലാ കൂട്ടുകാരെയും കൂട്ടിയിട്ട് പോരും.